സ്ട്രോക്കിനെ തോൽപ്പിക്കാം. ബിസ്മില്ല 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പിയിലൂടെ മടങ്ങി വരാം ജീവിതത്തിലേക്ക് അതിവേഗം. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നത് വെറും ശാരീരിക തളർച്ച മാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ നിശ്ചലമാക്കുന്ന അവസ്ഥയാണ്. ഇസ്കെമിക് ആയാലും ഹെമറാജിക് ആയാലും നാഡീവ്യൂഹ ഇവിടെ ബലം പിടിച്ച് നോക്ക്. പൊങ്ങിയല്ലോ ഫുള്ള്. ബലം കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? മുഷ്ടി ചുരുട്ടി വിളപ്പിച്ചേ. കിട്ടുന്നുണ്ട് അല്ലേ? നേരത്തെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടാവും? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഇതുപോലെ ഒന്നല്ലേ? ഇന്നിവിടെ വരാൻ നേരത്തെ എന്തായിരുന്നു മനസ്സിൽ? അല്ല, ഇന്നിവിടെ വരാൻ നേരത്തെ എന്തായിരുന്നു? അങ്ങനെ വിചാരിക്കുന്നു നമുക്ക് പോയി നമ്മള് അവിടെ 2 ദിവസം പോയപ്പോ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ലേ. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എന്നെ വിളിച്ച് നമുക്ക് എന്നാ പോവാം. കാരണം നമുക്ക് വരാൻ സാമ്പത്തികം ഡെയിലി വരാനുള്ള അതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. സാമ്പത്തികം ഇല്ലാത്തവർക്കും ചികിത്സയുണ്ട്. എന്നെ ചെയ്തോണ്ടിരുന്നപ്പോ ആ വീഡിയോ എടുത്ത് അവനെ കാണിക്കായിരുന്നു. എന്നോട് ചോദിച്ചു എവിടെ ചെയ്യണേന്ന്. എൻ്റെ കയ്യിലോട്ട് പിടിച്ച് ഈ ചെയ്യുന്ന എടുത്തോട്ടാ. ഞാൻ ലഭിക്കുന്നില്ല. ഇരിക്കോട്ടോ ഇപ്പൊ ഒരാളെ. ഇനി എൻ്റെ കൈ കൊണ്ട് വിളിച്ച് അപ്പോൾ ഒരു 80% മാറി. കൈ ചലിച്ച് 20% ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കുറച്ച് എളുപ്പമാക്കട്ടെ. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് അത് അവിടെ പറഞ്ഞതുപോലെ ചെയ്യണം. മരുന്നുകൾ സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തരുത് കേട്ടോ. ഞങ്ങൾ പറയും രോഗം മാറുന്നതനുസരിച്ച് ചെക്കപ്പുകളും കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ ചെക്കപ്പിൽ അവർ പറയാം നമുക്ക് മരുന്ന് കുറയ്ക്കാം. ഇവിടെ നിന്നും പറയും ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് മരുന്ന് കുറയ്ക്കട്ടോ എന്ന് ചോദിക്കും. അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അതനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഹെൽമെറ്റ് ഇല്ലാതെ ഇനി വേണ്ട. പറഞ്ഞു അതൊന്നും പിടിച്ചിടാൻ പറ്റൂലായിരുന്നു. ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് പിടിച്ചിടാൻ പറ്റില്ലായിരുന്നു. ചെയ്തോ ഇട്ട് ഫ്രീ ആയിട്ട് ഇട്ട്. മതി സമാധാനം. സന്തോഷമുണ്ട്.
ക്ലിപ്പൊക്കെ പിടിച്ചിടാനുള്ള ഇത് അപ്പോൾ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എന്ത് തോന്നി? കൊള്ളാം. നേരത്തെ മാറ്റമുണ്ട്. അതാണ് പറഞ്ഞത്, വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ കൺട്രോൾ ചെയ്യാം. നേരത്തെ നമുക്ക് വണ്ടി വന്ന് എത്തി കഴിഞ്ഞാൽ ഇത് വയ്ക്കാൻ പോലായിരുന്നു. ക്ലച്ച് പിടിക്കാൻ പറ്റുമായിരുന്നോ നേരത്തെ? വണ്ടി ഇങ്ങനെ നോക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റില്ല, മറ്റേ കൈ കൊണ്ട് നോക്കണമായിരുന്നു. ഈ കൈയിട്ട് ഇപ്പോൾ ഒന്നുകൂടെ നോത്ത് കാണിച്ചേ. ഈ കൈ ഉണ്ട്. ക്ലച്ച് ഒന്ന് പിടിച്ചേ. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടും തന്നെ. ഒരു ശകലം കൂടെ ഒന്ന് മാറണം. എല്ലാം കൂടെ ഒരുമിച്ച് മാറണ്ട, നമുക്ക് അഹങ്കാരമായി പോകും. ഇൻഷാല്ലാ. എന്ത് തോന്നുന്നു കുഞ്ഞെ കണ്ടിട്ട്? എനിക്ക് നല്ല മാറ്റം. രോഗിയുടെ അഭിപ്രായത്തിൽ നമുക്ക് സന്തോഷം തരുന്നു. രോഗി എന്താ വന്ന് പറഞ്ഞത് വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട്? കുഴപ്പമില്ല, നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ട് കണ്ടു. എന്നെ കൊണ്ട് ഇനി പറ്റൂല എന്നൊരു വിചാരമായി. ജീവിതം അടുത്ത് പോയി, നിരാശയായി പോയി. എനിക്ക് ഇനി മരിച്ചാൽ മതി. ഇന്നലെ വരെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാം നമ്മളിത് നമുക്ക് വലുതായിട്ട് വരാനുള്ള ദൈവമാണ് നമുക്ക് ചെറുതായിട്ട് കൊണ്ടെത്തിച്ചത്. നമുക്ക് വലുതിന് ഇപ്പോഴും സംഭവിച്ച അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതേത് ഇപ്പോഴും ചോറ് വയ്ക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇല്ലത് ഞാൻ സമാധാനം കൊടുത്താലും അതേ പുള്ളിക്കാർക്ക് സമാധാനാവില്ല. ഇപ്പൊ കോൺഫിഡൻസ് തിരിച്ചു വന്നില്ല. ഇപ്പൊ അത് ഞാൻ നേരത്തെ ചെന്നപ്പോഴും നല്ലൊരു ഇത് കാണിച്ചു പറഞ്ഞു. ഞാൻ ദൈവത്തിനെ കുറിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരാളെ ഉള്ളൂ, അവൻ സർവശക്തനാണ്. ഞാൻ ദൈവത്തെ ഒരുപാട് വിശ്വസിച്ച് രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് നിന്നാണ് കാണട്ടെ. ഹെൽമെറ്റൊക്കെ ഒരു കളയും, പോറായില്ല. തൊള്ളാമ്പലം കോടിക്കണക്കിന് കൊണ്ട് തരണ്ട. സന്തോഷമായ നിരാശയൊക്കെ മാറിയാ? വന്ന് വരാനും ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. നിർബന്ധിച്ചാണ് മാറും. മറ്റേത് ഇന്ന് എന്ന് പറഞ്ഞതിനെക്കാട്ടി ഇന്ന് മുഖത്ത് സന്തോഷവും ഉണ്ട്. ഇല്ല മറ്റേ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തോളിൻ്റെ ബാക്കിയും കൂടെ ഞാനങ്ങ് ചെയ്തതിനായിരുന്നു. ഒരിക്കലും ദൈവത്തിന് ഒരു രൂപമില്ല. ദൈവത്തിന് സാറിൻ്റെ രൂപമില്ല, ഒന്നുമില്ല. പടച്ചവൻ നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചിരിക്കുന്നു, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യുക, നമ്മളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സ്ട്രോക്കിനെ തോൽപ്പിക്കാം ബിസ്മില്ല 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പിയിലൂടെ. മടങ്ങി വരാം ജീവിതത്തിലേക്ക് അതിവേഗം. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നത് വെറും ഒരു ശാരീരിക തളർച്ച മാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ നിശ്ചലമാക്കുന്ന അവസ്ഥയാണ്. ഇസ്കെമിക് ആയാലും ഹെമറാജിക് ആയാലും നാഡീവ്യൂഹത്തെയും പേശികളെയും ഒരുപോലെ ബാധിക്കുന്ന സ്ട്രോക്കിന് ശേഷം പേശികൾ സ്റ്റിഫ് ആകുകയോ ദുർബലമാകുകയോ ചെയ്യുക. കഠിനമായ വേദന, വിഷാദം, ഉത്കണ്ഠ, ലൈംഗിക ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ് തുടങ്ങിയവയിൽ നിന്നെല്ലാം വേഗത്തിൽ ഒരു മോചനം സാധ്യമാണോ? അതെ, തീർച്ചയായും സാധ്യമാണ്. എന്താണ് വിപ്ലവകരമായ 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പി? പാരമ്പര്യ വൈദ്യശാസ്ത്രവും ആധുനിക ചികിത്സാ രീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബിസ്മില്ല ഇൻഫ്ലമേഷൻ ആൻഡ് ഓട്ടോ കെയറിന്റെ സവിശേഷമായ ചികിത്സാ രീതി. കർമ്മ സിദ്ധ മർമ്മ ചികിത്സകളോടൊപ്പം ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാക്കുന്നു. വിരളൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും ആയില്ലേ? സാധാരണ പോലെ ആയില്ലേ? ശകല വേദനയുണ്ട്, നമുക്ക് ശരിയാക്കാം കേട്ടോ. എത്ര ആയില്ലേ? അതൊക്കെ ആവും ഇൻഷാല്ലാ. ഇനി ഒരു 15% ബാക്കിയാണ് അല്ലേ? ആക്കെ ഇൻഷാല്ലാ. 4 മാസമായില്ലേ സ്ട്രോക്ക് വന്ന പണിക്കൊക്കെ പോയിട്ട്? ഇന്ന് 29-ാം തീയതി, നമുക്കൊരു 10-ാം തീയതിയോടുകൂടി നമുക്ക് പണി ഒടിച്ചോളി, പണിക്ക് പോകാം കേട്ടോ. ഇൻഷാല്ലാ. ഇതിനിടയ്ക്ക് വേറെ കുരുക്കിലൊന്നും പോയി ചാടരുത്, വേറെ അർത്ഥത്തിലൊന്നും പോയി ചാടരുത്. ആവേശം കാണിക്കുമ്പോഴേ. നാളെ പണിക്ക് പോകാൻ ബുക്ക് ചെയ്തിരിക്കുകയാണോ? എന്ത് പണിയാ? തട്ടിൻ്റെ പണി തന്നെ? ഇല്ല, കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്തോളൂ കേട്ടോ. ആ, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ.
ഇവിടുത്തെ റിസൾട്ടിനോടെ കിട്ടിയിട്ട് പോകാന്നുള്ളതല്ലേ. ഇത് കഴിഞ്ഞ ആളത്തെ പോലെ നമുക്ക് ബ്ലഡ് എടുക്കാൻ ഒക്കില്ല ഇന്ന്. നീരെടുക്കാനേ കാരണം അത് നമുക്ക് എപ്പോഴും അങ്ങനെ എടുക്കാൻ ഒക്കില്ല. അതൊക്കെ ഓരോ സമയങ്ങളുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ശരിയാവും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഇത് പഠിച്ചവന്റെ കഴിവാണ്. The ultimate art of bone and body healing. സ്ട്രോക്ക് മൂലം നഷ്ടപ്പെട്ട ചലനശേഷിയും ആത്മവിശ്വാസവും തിരിച്ചെടുക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ബിസ്മില്ല ഇൻഫ്ലമേഷൻ ആൻഡ് ഓർത്തോ കെയർ, ആലുംമൂട്, കനിയാപുരം, തിരുവനന്തപുരം. വിശ്വാസത്തോടെ കൈപിടിക്കാം, ജീവിതം അതിവേഗം തിരിച്ചു പിടിക്കാം. For appointments, contact 9633 08643.